ഹലോ. ലാസ്റ്റ് എടുക്കാൻ മറക്കരുത്. ഹലോ, ലിയാഖത്ത് ഭായ്, അതെ. നിങ്ങൾ മിസ് കോൾ കണ്ടാലും തിരിച്ചും വിളിക്കില്ലേ? എങ്ങനെ എല്ലാ കോളല്ല, നിങ്ങൾ കൊറേ വിളിച്ചല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓ, കാണുന്നുണ്ടായി, അതുകൊണ്ടൊന്ന് വിളിച്ചതാ. എപ്പോഴൊന്നും ഞാനൊരു നടക്കൂല. അതെ, ഉം. നിങ്ങളെ മറ്റേ ഈ രാഹുൽ ഈശ്വറും ആ, ആരിഫ് ബ്രോയിട്ടുള്ള ഒരു ഇത് നടക്കണ്ടല്ലോ. ആരുടെ? ആരിഫ് ഹുസൈനും. ആ അപ്പൊ നിങ്ങൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ആ ഇതില് രാഹുൽ ഈശ്വറിനോട് ഉണ്ടായിരുന്നു, വിളിച്ചിരുന്നു, കിട്ടിയില്ല. ആ ജിഹാദ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആ വിഷയം ആ അതിൽ ഇപ്പോ രാഹുൽ ഈശ്വർ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? എന്താ കാര്യം പറഞ്ഞേ വ്യക്തമായിട്ട്? അതായത് പിന്നെ എന്താണ് ജിഹാദ് എന്നുള്ളതിന്റെ ടോപ്പിക് കേന്ദ്രീകരിച്ചിട്ട് മൂപ്പർ തന്നെയാണ് എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞത്, നന്മയോ തിന്മയോ എന്നുള്ളത്. ആ നിങ്ങളെ അതിൽ നിലപാടെന്താ? ജിഹാദ് നന്മയാണെന്നാണോ? എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ തോന്നിയത്? അല്ല, അത് ജിഹാദ് കണ്ടിട്ട് നന്മയാണെന്നാണ് നിങ്ങളെ വിചാരം. നിങ്ങളെ ധാരണ എന്താ? അല്ല, നമ്മൾ ഇതെല്ലാം വാച്ച് ചെയ്തിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, മനസ്സിലായി. ഞാൻ പറഞ്ഞത് എല്ലാരും പറയുന്നുണ്ടാണെന്ന്. രാഹുൽ ഈശ്വർ പറഞ്ഞ ജിഹാദ് നന്മയാണ് എന്ന് പറഞ്ഞതിനോട് നിങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് അത് യോജിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് എന്ന് പറഞ്ഞാല് ഇപ്പൊ മൂപ്പർ തന്നെ പറഞ്ഞു 8, 9, 10 തരം ജിഹാദ് പറഞ്ഞു. അതില് ഈ ലാസ്റ്റ് പറഞ്ഞ എന്ത് ജിഹാദ്, പിന്നെ അതായത് ഇങ്ങോട്ട് വന്ന് അല്ല, അവസാനത്തത് ചോദിച്ചപ്പോ മൂപ്പർക്ക് പറയാൻ കിട്ടിയില്ലല്ലോ. ആർക്കും പറയാൻ കിട്ടില്ല. ജിഹാദുൽ അക്ബർ എന്ന് പറയുന്നത്, ജിഹാദുൽ അസ്ഗർ കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്ന ആൾക്കാരോടാണ് മുഹമ്മദ് നബി അത് പറഞ്ഞത്. ഒന്നാമത് രാഹുൽ പറഞ്ഞ ആ ഹദീസ് തന്നെ ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ഹദീസാണ്. അങ്ങനെ ആര് പറഞ്ഞത്? രാഹുൽ പറഞ്ഞ ഹദീസ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് ദുർബലമായ ഹദീസാണ്, ലൈഫായ ഹദീസാണ്. ഇനി അത് ലൈഫ് അല്ല എന്ന് തന്നെ വെച്ചോ, അതിപ്പോ സഹീഹായ ഒരു ഹദീസാണെന്ന് വെച്ചോ. ജിഹാദ് പറയട്ടെ ജിഹാദുൽ അക്ബറിലേക്ക് നമ്മൾ ജിഹാദുൽ അസ്ഗർ എന്ന് വന്നു, നമ്മൾ ജിഹാദുൽ അക്ബറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ചോദിച്ചാൽ എന്താണ് ജിഹാദുൽ അക്ബർ? അത് സ്വന്തത്തോടുള്ള പോരാട്ടമാണ്, അല്ലേ? അതല്ലേ അതല്ലേ അതാ. അപ്പൊ എന്താ ജിഹാദുൽ അസ്ഗർ? സ്വന്തത്തോടുള്ള പോരാട്ടം പറഞ്ഞു. അപ്പൊ എന്താ ജിഹാദുൽ അസ്ഗർ? എന്താ അത്? എവിടുന്ന് വന്ന് നിൽക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത്. എന്ത് കഴിഞ്ഞിട്ട് പറയാ അതൊക്കെ പറയാ. എന്ത് കഴിഞ്ഞ് വന്ന ആൾക്കാരായിരുന്നു അത്? എന്ത് കഴിഞ്ഞ് വന്ന ആൾക്കാരെന്നോ? അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മുഹമ്മദ് നബിന്റെ അടുത്ത് വന്നു. അപ്പൊ അവരോടല്ലേ മുഹമ്മദ് നബി പറഞ്ഞത് ഇത്? അല്ലേ? അവരെവിടുന്ന് എന്ത് കഴിഞ്ഞു വന്നവരായിരുന്നു? ഞാൻ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാത്ത ജിഹാദ് എന്താ ഞാൻ ഇപ്പാണ് വീഡിയോ എന്നെ പോലെ ഒരുപാട് ജിഹാദ് എന്ന് പറഞ്ഞാല് ജിഹാദ് എന്താന്ന് പറഞ്ഞുതരാം. ജിഹാദ് എന്ന് പറഞ്ഞാല് മനുഷ്യർക്കിടയില് ഈ തിന്മ അവസാനിപ്പിക്കുക, നന്മ സ്ഥാപിക്കുക. അതിനുവേണ്ടി എല്ലാ മുസ്ലിമും നടത്തേണ്ട പോരാട്ടമാണ്. അതിൽ എല്ലാത്തരം പോരാട്ടമുണ്ട്. ആ എല്ലാത്തരം പോരാട്ടങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഈ പറയപ്പെടുന്ന ഇസ്ലാം സ്ഥാപിക്കലാണ്. ഇപ്പൊ നിങ്ങൾ ആത്മനിയന്ത്രണം നടത്തണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഇപ്പൊ നമ്മള് പട്ടാള ചിട്ട നിങ്ങൾ കേട്ടിട്ടില്ലേ? പട്ടാള ചിട്ട എന്ന് പറയണത് എന്തിനാണ്? പട്ടാള ചിട്ട പട്ടാളത്തിന് ട്രെയിനിങ് എന്തിനാ കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള സമയത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ലേ അവരുടെ ഉത്തരവാദിത്വം. അതിനവരെ സജ്ജമാക്കുക എന്നുള്ളതല്ലേ ബാക്കി എല്ലാ ആയോധന മുറകളുടെയും അഭ്യാസത്തിന്റെയും. അതിനെപ്പറ്റി വേണമെങ്കിൽ ഡീപ്പായിട്ട് വേറൊരു വേദി ഒരുക്കാമെന്ന് തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റ് പറഞ്ഞ ഈ ജിഹാദ്, അതായത് നമ്മളെ ഞാൻ ചോദിക്കുന്ന മറുപടി പറയാം. അതായത് നമ്മള് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് പട്ടാളത്തിന് മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുന്നതിനകത്ത് അവർക്ക് ഈ യോഗ കൊടുക്കുന്നുണ്ടാവും, അവർക്ക് മെഡിറ്റേഷൻ ഉണ്ടാവും, അവർക്ക് ആത്മനിയന്ത്രണത്തിനുള്ള പരിശീലനങ്ങൾ ഉണ്ടാവും, അവർക്ക് പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും, ഇല്ലേ? ഇതൊക്കെ എന്തിനാ?
അത് പട്ടാളത്തിന്റെ പിന്നെ കാര്യങ്ങള് അവരുടെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള അവരുടെ ഒരു ഫീൽഡിൽ ഒരു ബാറ്റിൽ ഫീൽഡ് ഉണ്ടാവുമ്പോ അതിനവരെ സജ്ജമാക്കുന്നതാണ് ബാക്കി എല്ലാ പരിപാടിയും അല്ലേ? അവരെ മാനസികമായും ശാരീരികമായും ഇമോഷണലായും ഇമോഷണലായും എല്ലാം അങ്ങനെ ഒരുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം. സേനയുടെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഇതെന്ത് ഇസ്ലാമിൽ മതത്തിന്റെ കാര്യമല്ലേ ഇത്? ആണ്. ഇസ്ലാമിലെ മുസ്ലിങ്ങളെല്ലാം പറഞ്ഞുതരാ, ഓരോ മുസ്ലിമും ഒരു പോരാളിയാണ്. ഓരോ മനുഷ്യന്മാരും ഓരോ പോരാളിയാണ്. ഓരോ മുസ്ലിമും ഒരു പോരാളിയാണ് ആശയത്തിന്റെ വഴിയിൽ. ഇനി നിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങുക, ജിഹാദിനിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? 9 തരം വിശദീകരിച്ചെന്നല്ലോ. 9 തരം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് മൂപ്പരെ കൊണ്ടുവരിങ്ങള് നമുക്ക് സംസാരിക്കാലോ. മൂപ്പര് പറഞ്ഞതിലെ മണ്ടത്തരാണ് ഈ പറയണതേ. മൂപ്പര് പറഞ്ഞു വെച്ചത് ഇപ്പൊ ഒരാള് ജിഹാദിനിറങ്ങാൻ ആഗ്രഹിക്കുകയും ജിഹാദിനിറങ്ങിയിട്ട് അതില് മരണപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ഒരാളുടെ ഈമാൻ പൂർണ്ണമാവൂല എന്ന് പറയുന്നുണ്ട്. ജിഹാദിനിറങ്ങാൻ ആഗ്രഹിക്കരുതല്ലോ. ഏത് ജിഹാദിന്? 9 തരല്ല. ഏത് ജിഹാദിന് ഇറങ്ങിയിട്ട് ആത്മനിയന്ത്രണത്തിന് ഇറങ്ങിയാൽ മരിച്ചുവോ? ആൾക്കാർ വെട്ടുകൊണ്ട് മരിക്കുവോ? ആത്മനിയന്ത്രണം എന്ന ജിഹാദിന് ഇറങ്ങിയ ആൾക്കാർ മരിച്ചുവോ? ഇല്ല. അതാണ് ചോദിക്കുന്നത്. അപ്പൊ ജിഹാദിനിറങ്ങി മരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്താ അതിന്റെ അർത്ഥം? ഏത് ജിഹാദ് അത്? ഈ പറഞ്ഞ എല്ലാ ജിഹാദും അതിൽപ്പെടും. ആണോ? ആത്മനിയന്ത്രണം എന്ന വലിയ ജിഹാദുൽ അക്ബർ നടത്തി ആരെങ്കിലും മരിച്ചുവോ? യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് 7 വൻദോഷത്തിൽപ്പെട്ടതായത്. എന്താണ് യുദ്ധം? എന്തിനാണ് ഇസ്ലാം യുദ്ധം ചെയ്യുന്നത്? സ്വന്തം രാജ്യത്തിന് വേണ്ടി. രാജ്യവും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമല്ല. നിങ്ങളിത് പറയും, എന്താണ് ഇസ്ലാമിലെ യുദ്ധത്തിന്റെ കോൺസെപ്റ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം യുദ്ധം? നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ഏത് രാജ്യത്തിന്? നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം. ഏത് രാജ്യം? ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട മതത്തിന്റെ കാര്യം ചോദിക്കുമ്പോ അത് പറയും സുഹൃത്തെ. മതത്തിന്റെ കാര്യം, ഇസ്ലാമിന്റെ കാര്യം ചോദിക്കുമ്പോ അത് പറയും. അപ്പൊ ഇന്ത്യയുടെ കാര്യം നമുക്ക് വേറെ പറയാം. ഇസ്ലാമിലെ യുദ്ധം എന്താ? ഇസ്ലാമിനെ കൊള്ള അങ്ങനെ നോക്കുമ്പോ ഇസ്ലാമിനെ കൊള്ള ഇങ്ങോട്ട് വന്നിട്ട് എത്രയോ ഇസ്ലാമിനെ കൊള്ള എന്ത്? ഇസ്ലാമിനെ കൊള്ളൊരു യുദ്ധം വരുമ്പോ കയ്യും കെട്ടി നോക്കി. ഇസ്ലാമിനെ കൊള്ള എന്ത് യുദ്ധം? ആര് നടത്തി? ആര് നടത്തുന്നു? നിങ്ങൾ പറയേ. ഖുർആനിൽ പറഞ്ഞ ജിഹാദുൽ അക്ബറാണോ അസ്ഗറാണോ? ഇപ്പൊ യുദ്ധം എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. ഇപ്പൊ നമ്മളിപ്പോ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കെതിരെ പറയുന്നു സുഹൃത്തെ. അങ്ങനെ കണ്ട മുജാഹിദീങ്ങൾ എന്ന് പറയില്ലേ? എന്താ മുജാഹിദ് പറഞ്ഞ? നമ്മുടെ ഇപ്പം ഇവിടെ ഉണ്ടല്ലോ മുജാഹിദ്. ഒരുമ്പെട്ടിറങ്ങുക എന്നാണ് ഇതിന് പച്ച മലയാളത്തിൽ പറയാ. ഒരുമ്പെട്ടിറങ്ങുക. മനസ്സിലായോ? ജീവൻ വെടിയാൻ വരെ തയ്യാറായിട്ട് ഒരാള് സർവ്വതും സമർപ്പിച്ചിട്ട് പരിശ്രമിക്കുന്നതിനെ കുറിച്ചാണ് ജിഹാദ് എന്ന് പറയാ. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ 8, 9, 10 തരം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന, അത് മൊത്തത്തിൽ പറയണത് നമ്മളെ ജീവനും സ്വത്തും ഒക്കെ ഉപേക്ഷിക്കാൻ, ത്യജിക്കാൻ തയ്യാറായിട്ട് പരിശ്രമിക്കാൻ ഇറങ്ങുക. ഇതല്ലേ ജിഹാദ്? രാജ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച്. ഏത് രാജ്യം? നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങൾ രാജ്യത്ത് പറഞ്ഞു തരാം. നിങ്ങൾ ചോദിക്കുന്ന സമാധാനം പറയില്ല, എന്നെ പറയാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഒന്ന് ഞാൻ ചോദിക്കുന്ന സമാധാനം പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുക. അത് രണ്ടിലൊന്നും വേണ്ടേ? അല്ല, നിങ്ങൾ പറയുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുമ്പോ നിങ്ങൾ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമില് ജിഹാദ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഖുർആനിൽ പറഞ്ഞ ജിഹാദ് 9 പറഞ്ഞോളൂ. നിങ്ങൾ എന്തിനാ രാഹുൽ ഈശ്വറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? രാഹുൽ ഈശ്വർ വിക്കിപീഡിയ പറഞ്ഞത് വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയ വിവരക്കേടാണ്. ഞാൻ വരെ തെറ്റിദ്ധരിച്ചത്, നിങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ട് ഞാൻ വരെ വിചാരിച്ചത്. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയ 9 പറയേ. 9 തരം ജിഹാദ് പറയും സുഹൃത്തെ. 9 തരം ജിഹാദ് പറയും. 9 തരം ജിഹാദ് 1, 2, 3 പറഞ്ഞോളി. 1, 2, 3 9 പരിശോധിക്കാന്ന്. 1, 2, 3, 4, 5, 6 പറഞ്ഞോളി. ഒന്നാമത്തെ എന്താ? വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ വീഡിയോ കണ്ടിട്ടാണല്ലോ അപ്പൊ നിങ്ങളോട് സംസാരിക്കണേ. നിങ്ങൾ എന്നോട് തർക്കിക്കാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയണ്ടേ? നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള മറുപടി ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് മുമ്പ്
ഒരു 5 മിനിറ്റ് മുമ്പേ ഞങ്ങൾക്ക് മിലിറ്ററിന്റെ ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അല്ല ഈ 9 ഇങ്ങോട്ട് പറഞ്ഞു 9 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ പറഞ്ഞ കേക്ക് ഒന്ന് നിങ്ങൾ പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക്. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇസ്ലാമികേതരമായ എല്ലാ സംവിധാനങ്ങളെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ഇസ്ലാം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഇസ്ലാമിന്റെ ആധിപത്യം ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ മുസ്ലിം സമൂഹം പൊതുവിൽ പാലിക്കേണ്ടുന്ന ഒരു 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 അവരുടെ ബാധ്യതയായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു പരിശ്രമത്തിന്റെ പേരാണ് ജിഹാദ്. നന്മ പഠിപ്പിക്കാന്ന അല്ല പറഞ്ഞു തരാൻ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കണം, അല്ല നിങ്ങൾ പറയണം. ഓക്കെ, ശരി. നന്മ പഠിപ്പിക്കലും നന്മ സ്ഥാപിക്കലും തിന്മ ഉച്ചാടനം ചെയ്യലുമാണ്, അതാണ് ജിഹാദ് എന്ന്. ഇപ്പൊ നിങ്ങളെ വാദം ഞാനിവിടെ എടുക്കുകയാണ് കേട്ടോ. എന്റെ വാദം നിങ്ങൾ എടുക്കും. അല്ല, നിങ്ങളെ വാദം ഒരു സംഭാഷണം മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഒരു വാദം ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വാദമാണല്ലോ ഇപ്പൊ അത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വെച്ച് 9 തരം ജിഹാദ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് 4 എണ്ണം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് അതിനെല്ലാം പ്രിപ്പറേഷൻ, ഈ എല്ലാത്തിനും കൂടി ചേർത്ത് ഒറ്റ ജിഹാദുള്ളൂ ഇസ്ലാമില്. ഒന്നുകിൽ നിങ്ങൾ ഞാൻ പറയണത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയുമ്പോൾ അതിന് സമ്മതിക്കണം. ഇതൊന്നും ചെയ്യാതെ എങ്ങനെ ഒരു സംഭാഷണം മുന്നോട്ട് പോവാം? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്ലാം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്ലാമികേതര സംവിധാനങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെയൊക്കെ ഇസ്ലാമിന്റെ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ അങ്ങനെ ലക്ഷ്യം ഇസ്ലാമിനുണ്ട്. വല്ലാത്തൊരു ഞങ്ങൾക്ക് ഖുറാനെന്നൊരു സാധനം ചോദിക്കാം. കമ്മീഷൻ കിട്ടുമോ? എന്തൊരു കഷ്ടമാണത്, എന്തൊരു കഷ്ടമാണ്. നിങ്ങളൊരു മിനിറ്റ്, ദീൻ അള്ളാഹുവിന്റേത് മാത്രമാവുകയും ദീൻ അള്ളാഹുവിന്റേത് മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് ഖുറാനിൽ കൽപ്പന ഉണ്ടോ? ഉണ്ടോ? എന്താണ് ദീൻ അള്ളാഹുവിന്റേത് മാത്രമാകുക? ഭൂമിയിൽ ദീൻ അള്ളാഹുവിന്റെ ആയത്ത് വിശകലനം ചെയ്യണം. അത് ഏത് സന്ദർഭത്തിൽ ഉണ്ടായതാണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും അവിടെ പറഞ്ഞ ജിഹാദാണ് ജിഹാദ്. അതായത് ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നതാണ് ഖുറാന്റെ ആഹ്വാനം. ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, കുഴപ്പം എന്താണ് എന്ന് സകല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും വലിയ കുഴപ്പം? ഷിർക്കാണ്. നിങ്ങൾക്ക് വലിയ തർക്കമുണ്ടോ? ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ കുഴപ്പം ഷിർക്കാണ് അല്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് കൂടെ വേറെ ദൈവങ്ങളെ ആരാധിക്കുക, വിളിച്ചു പ്രാർത്ഥിക്കുക. ഈ കുഴപ്പം, അതായത് ഈ ഷിർക്ക് അവസാനിപ്പിച്ച് മതം, അതായത് ദീൻ അള്ളാഹുവിന് മാത്രമാകുന്നത് വരെ ലോകത്ത് യുദ്ധം ചെയ്യുക എന്ന് കൽപ്പിക്കപ്പെട്ട ഖുർആൻ, ആ യുദ്ധത്തിനാണ് ജിഹാദ് അറിയാം. അതിനു വേണ്ടി അയ്യേ കഷ്ടം. നിങ്ങൾ ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ നിങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇതെങ്ങനെ നിങ്ങളുടെ സംസാരം? ഇത് നമ്മൾ ഇതിനു മുമ്പ് പരിശ്രമിച്ചാണ്. നിങ്ങൾ അവസാന ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കി പോകും. ഞാനാ സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കാൻ തയ്യാറില്ല, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു പോയിന്റിൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജിഹാദ്. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്ന്. ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇതാണ് മുസ്ലിമിന് ബാധ്യതപ്പെട്ട ജിഹാദ്. കുഴപ്പം എന്താന്ന് നിങ്ങളോട് പറഞ്ഞത്? അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയോ അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയോ. ആരാണ് ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്? ആരാണ് യുദ്ധം ചെയ്യുന്നത്? നിങ്ങൾ ആശയത്തിൽ നിൽക്കിയ സുഹൃത്തെ, നിങ്ങൾ പോയിന്റിൽ നിൽക്കി. ഇത് ഖുറാനിലുണ്ടോ ഇല്ലേ? അത് ഖുറാനിലുണ്ടോ? ഉണ്ടാവും. ഉണ്ടോ ഇല്ലേ നിങ്ങൾക്ക് അറിയോ ഇല്ലേ? ഖുർആനിലുണ്ടോ ഇല്ലേ? ഖുർആനിലുണ്ടാവാം. ഉണ്ടാവാന്നല്ല, അത് പോരാ. ഉത്തരം അത് പോരാ. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അല്ല, നിങ്ങൾക്ക് ആകെ രാഹുൽ പറഞ്ഞത് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് അറിയുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. അറിയില്ല എന്നൊക്കെ വരാം.
എനക്കറിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ അതിനൊരു നിങ്ങൾക്ക് ഒന്ന് അറിയൂലേ? നിങ്ങൾ പറയുന്ന പോലെ ഖുറാൻ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്ക് അറിയോന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടോന്നല്ലോ നിങ്ങളോട് ചോദിച്ചേ. ഞാൻ പറഞ്ഞല്ലോ അറിയൂല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആകെ ജിഹാദ് എന്താണ് എന്നുള്ള നിങ്ങളെ തെറ്റിദ്ധാരണ മാറ്റിയത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞത് ഖുറാനിലുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ജിഹാദ്. ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണ അതാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് നിങ്ങൾ കേട്ടോളൂ. ഇത് കേൾക്കുന്ന ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ പറയണ്ട എന്താ ജിഹാദ് നന്മ. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വിളിച്ചല്ലേ? നിങ്ങളോട് സംസാരിക്കാൻ വിളിച്ച അപ്പൊ എന്നാ കേട്ടോളി. ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്, ഭൂമിയിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഫിത്ന ഇല്ലാതാകുന്നത് വരെ, മതം അള്ളാഹുവിന്റെ ദീൻ മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന ഖുർആനിന്റെ അല്ലേ? അതാണ് ജിഹാദ്. ആ ജിഹാദിന് വേണ്ടി ഒരുങ്ങുമ്പോ ഞാൻ പറയണ കേക്ക്. അപ്പൊ പല്ല് തേപ്പ് ജിഹാദാവും. കാരണം യുദ്ധത്തിന് പോണതിന് മുമ്പ് പല്ല് തേക്കല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേക്ക് ജിഹാദ് വരും. പറയട്ടെ സുഹൃത്തെ, പല്ല് ഉറക്കത്തുനിന്ന് രാത്രി എഴുന്നേക്കൽ ജിഹാദ് ഉണ്ടാവും. പറഞ്ഞു കേക്കട്ടെ. 90 തരം ജിഹാദ് പറഞ്ഞുതരാം. അല്ല പറഞ്ഞ നിങ്ങൾക്ക് ഒരു 9 അല്ല 90 സമയം കണക്കിലെടുത്തിട്ട് സംസാരിക്കും. ഒരു മിനിറ്റ്. അതായത് 9 അല്ല, നിങ്ങൾക്ക് ഞാൻ 90 തരം ജിഹാദ് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞ 4 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഈ രാഹുൽ ഈശ്വർ ആരിഫ് എന്ന് പറയാതെ ഒരു മിനിറ്റ് ഞാൻ പറയണ കേൾക്കൂ. ഒന്നുകിൽ രാഹുൽ ഈശ്വരുമായിട്ടാണ് സംസാരിക്കുക. ആരിഫിന്റെ വാദങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി നിങ്ങൾ ആരിഫായിട്ട് സംസാരിക്കുക. ഒന്ന്, രാഹുൽ ഈശ്വർ പറഞ്ഞത് നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ പരിപാടി എടുത്ത് നിങ്ങളെ ഫോൺ എടുക്കൽ നിർത്തിയതാണ്. ഓക്കെ, ഇനി പറയും കേട്ടോളി. ഇനി രാഹുൽ ഈശ്വറാണ് ഇതിലൊക്കെ പറയാവുന്ന ആള്, അതോറിറ്റി. നിങ്ങൾ അതോറിറ്റി രാഹുൽ ആണെങ്കിൽ നിങ്ങൾ രാഹുലുമായിട്ട് എന്റെ അടുത്ത് വരിക. ഓക്കെ, നിങ്ങൾ ആരിഫിന്റെ വാദങ്ങൾക്ക് മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആരിഫിനെ വിളിക്കുക. അല്ല, നിങ്ങൾ എന്നോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. അതിനകത്ത് ആരിഫും ഇല്ല രാഹുലും ഇല്ല. ഓക്കെ, പൊതുജനങ്ങളെ മുമ്പ് അവ രാഹുൽ പറഞ്ഞത് പൊതുജനങ്ങളിലേക്ക് നിങ്ങളിപ്പോ നമ്മൾ സംസാരിക്കുന്നതും വിടുക. സംവാദങ്ങളെല്ലാം നമ്മളെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നടക്കുന്നത്. അതൊന്നും ഞങ്ങളെ വിട്ടേച്ച് കാണാനും പറ്റൂല. നിങ്ങളെ പോലെയുള്ള എക്സ് മുസ്ലിംസിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഈ എല്ലാ ജനങ്ങളും. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയണ കാര്യങ്ങൾ മലയാളം മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടോ. ആരിഫും രാഹുലും നടന്ന സംവാദത്തിന്റെ അവലോകനാണോ നിങ്ങൾ ഞാനും കൂടി ഉദ്ദേശിക്കണേ? അതോ ഇസ്ലാമിലെ ജിഹാദ് ആണോ ഉദ്ദേശിക്കുന്നത്? അവലോകനം തന്നെ. സംവാദ അവലോകനം ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറില്ല. ഒരു മിനിറ്റ്. സംവാദ അവലോകനം ചെയ്യേണ്ടത് ഞാനും നിങ്ങൾ തമ്മിൽ ഇരുന്നിട്ട് സംവാദ അവലോകനത്തിന് പ്രസക്തി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവലോകനം ചെയ്യാം. ഒരു മിനിറ്റ് സുഹൃത്തെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവലോകനം ചെയ്യാം. എനിക്കും സ്വന്തമായിട്ട് അവലോകനം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ അവലോകനങ്ങൾ തമ്മിൽ ഒരു മാറ്റം ആവശ്യമില്ലല്ലോ. സ്വന്തമായിട്ട് രാഹുൽ ഇപ്പൊ അവലോകനം ചെയ്തത് 9 തരം അന്വേഷിച്ച് പഠിച്ചിട്ട് വന്നതാണ്, പ്രിപ്പയർ ആയിട്ട്. നിങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ലൈനിലെടുക്കും, ബാക്കി നമുക്ക് ഇപ്പൊ തീരുമാനമാക്കി തരാം. രാഹുൽ ഈശ്വറിനെ എങ്ങനെ ലൈനിൽ ഫോണിൽ കണക്ട് ചെയ്തോളി. 1 മിനിറ്റ്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold. Please stay on the line. आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पर रखा है. कृपया लाइन पर बने रहें. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ദയവായി എടുക്കുന്നില്ല. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. രാഹുലുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്ക് വരുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്താ മിസ്റ്റേക്ക്? ഇങ്ങനെ ഒരു വാചകം ഖുറാനിലുണ്ടോ? എങ്ങനെ ഒരു വാചകം? അതായത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന്റേത് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ വാചകമല്ല. നിങ്ങൾ ആയത്ത് പറ. ഞാൻ ഈ പറഞ്ഞ മീനിങ് വരുന്ന കാര്യങ്ങൾ ചോദിക്കില്ല. ഖുറാനിൽ ഓരോ ആയത്തിനും അറബിയിലാണ് ഉള്ളത്. അതൊന്ന്. പിന്നെ അതിന്റെ അർത്ഥം ഒരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ആകരുത്. അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതുണ്ട് എന്ന് പറയാം. എങ്ങനെയാ
പോരാത്ത നിങ്ങൾ നിങ്ങൾക്ക് ഖുറാനിൽ വിശ്വാസമില്ല. അപ്പൊ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു തവിട് പൊടി ഉണ്ടോ ഇല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് അള്ളാന്റെ അടുത്ത് എനിക്ക് തെറ്റല്ലേ ഇല്ലാത്തത് പ്രചരിപ്പിച്ചു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ ആശയമുള്ള ഒറ്റയടിക്ക് എനിക്ക് പേടിയാണ്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു ആശയം വരുന്ന ഖുറാൻ വചനം ഖുറാനിലുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദ്യം. അതുണ്ടോ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ലോജിക്ക് എന്താ? അത് ലോജിക്ക് ഖുർആനെ മറികടക്കാനാവുന്നില്ല. ഖുർആനിൽ അത് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയോ ഇല്ല? നിസാറാക്കാനാവൂല. ഉണ്ടോ ഇല്ലോ ചോദിക്കുന്നത്. നിങ്ങൾ ആയത്ത് പറ, ഒന്ന് അർത്ഥം പറ. ഞാനതാ പറഞ്ഞതെന്ന്. ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും ദീൻ അള്ളാഹുവിന്റേത് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊരു ഖുർആൻ വചനം ഖുർആനിലുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഭൂമിയിൽ കുഴപ്പമില്ലാതാവുകയും ദീൻ അള്ളാഹുവിന്റേത് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന ഖുർആൻ വചനം ഖുർആനിലുണ്ടോ? ഉണ്ടാവാതിരിക്കാം. ചാൻസ് കൂടുതൽ. ഉണ്ടോ ഇല്ലേ? ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് എപ്പോ എന്നെ വിളിക്കും? ഉണ്ട് തന്നെ. അതാണ് ഖുറാനിലെ ജിഹാദ്. നിങ്ങൾ ആയത്ത് പറയാൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാവുകയും കറക്ഷൻ ചെയ്യാനോ നിങ്ങൾ ഇങ്ങനത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് പറയും. ഭൂമിയിൽ കുഴപ്പമില്ലാതാവുകയും ദീൻ അള്ളാഹുവിന് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന നിർദ്ദേശം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് അറിയോ ഇല്ലേ? നിങ്ങൾ അങ്ങനെ ഖുർആൻ വചനം കണ്ടിട്ടുണ്ടോ ഇല്ലേ? അതിപ്പോ പിന്നെ ഞാൻ ഹലോ സുഹൃത്തെ, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറഞ്ഞു. ഭൂമിയിൽ കുഴപ്പമുണ്ടാവാതിരിക്കുകയും ദീൻ അള്ളാഹുവിന്റേത് മാത്രമാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന ഖുർആൻ വചനം ഏതാണ്? നിങ്ങൾക്ക് അതറിയോ? ഇല്ല, നിങ്ങൾ പറ. നിങ്ങളാണ് എന്നെ അങ്ങോട്ട് കൂടുതൽ. നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ നിങ്ങള് രാഹുൽ ഈശ്വർ പറഞ്ഞ ജിഹാദാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. ഖുർആനിൽ എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്ന് അറിയാത്ത നിങ്ങള് രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് തെര്യപ്പെടുത്തുക എന്ന് തീരുമാനിച്ചതിന്റെ ലോജിക്ക് എന്താണ്? എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ഞാൻ ചോദിച്ചതിന്റെ സമാധാനങ്ങൾ പറയും. രാഹുൽ പറഞ്ഞതാണ് ഇസ്ലാമിലെ യഥാർത്ഥ ജിഹാദ് നിങ്ങൾ തീരുമാനിച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുറാന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുറാനാണോ? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുറാനാണോ? അല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുറാനാണോ? ഇതുകൂടി ചോദിച്ചിട്ട് നിങ്ങൾ ചേർത്ത് പറഞ്ഞോളി. ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുറാനാണോ? രാഹുൽ പറഞ്ഞതാണോ ജിഹാദ് അല്ലേ നിങ്ങൾ തീരുമാനിച്ചത്? ഖുറാന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുറാനാണോ അല്ലേ? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഖുർആൻ തന്നെയാണ്. ആണ്. അപ്പൊ ജിഹാദിന്റെ അടിസ്ഥാനം ഖുറാൻ എന്നല്ല കിട്ടേണ്ടത്? അതെ. അപ്പൊ ഈ പറഞ്ഞ ഖുറാൻ വചനം ഖുറാനിലുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ വേണമെങ്കിൽ രാഹുലിന്റെ അഭിപ്രായം കൂടി. ഒരു മിനിറ്റ്. അതില് നിങ്ങളുടെ റെഫറൻസ് പോയിന്റ് രാഹുൽ ആണെങ്കിൽ ഈ ഖുറാൻ വചനം രാഹുലിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം കൂടി രാഹുൽ ഉസ്താദിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഇന്നെ എപ്പോ വിളിക്കും? മറുപടി ഇല്ല. നിങ്ങൾ എപ്പോ വിളിക്കും? നിങ്ങൾ ഏത് സമയത്ത് ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കണോ? ഞാൻ വിളിച്ചോളാം. എന്തെന്നാ ഞാൻ ഈ പറഞ്ഞ ഖുറാൻ വചനം ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ആശയം എന്താണ്? അതും അതാണോ ഇസ്ലാമിലെ ജിഹാദ്? അതോ രാഹുൽ പറഞ്ഞ 9 ആണോ ജിഹാദ്? എനിക്ക് പറയാൻ പറ്റാത്ത. അത് അന്വേഷിക്കണ്ടേ? അത് പഠിക്കണ്ടേ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയാതെ നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് രാഹുൽ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഖുർആൻ അറിയാത്ത നിങ്ങള്? അപ്പം ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ് ശരി. ഖുർആൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞതാണോ ഇസ്ലാം പറഞ്ഞതാണോ? ഞാൻ പറഞ്ഞു നിങ്ങളോട് സംവാദാവലോകനം നടത്താൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് രാഹുൽ ഈശ്വറിനെ അധികരിച്ചുകൊണ്ട് സംവാദം അതാണ് യഥാർത്ഥ ഇസ്ലാമിലെ ജിഹാദ് എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളോടാണ് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ പോയിന്റ് ഹിന്ദുക്കളെയും
ക്രിസ്ത്യാനികളെയും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓരോ സ്റ്റേറ്റ്മെന്റുകളാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് ആകെ പറഞ്ഞ ഒരു ഖുർആൻ ആശയം. രാഹുൽ ഈശ്വർ എന്ന വ്യക്തി അവിടെ കറക്റ്റ് പറഞ്ഞു ഇവിടെ മതസൗഹാർദ്ദമാണ് വേണ്ടത്, അതിനോട് നമ്മൾ മതസൗഹാർദ്ദം എന്നൊരു സാധനം ഖുർആനിൽ ഇല്ല. മതസൗഹാർദ്ദ അന്തരീക്ഷം എന്നൊരു സാധനം ഖുർആനിന് അന്യമാണ്, ഇസ്ലാമിന് അന്യമാണ്. ഇസ്ലാമിൽ അങ്ങനെ സംവിധാനമില്ല. ഖുർആനിലില്ല. ഖുർആനിലില്ല. ഖുർആനാണ് ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സാധനം അന്വേഷിച്ച് മനസ്സിലാക്കി നിങ്ങൾ എന്നെ എപ്പോ വിളിക്കുന്നു പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ നോക്കിയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എപ്പോ അങ്ങോട്ട് വിളിക്കണം നിങ്ങൾ പറഞ്ഞാൽ അപ്പൊ നിങ്ങളെ തിരിച്ചു വിളിക്കാം. നിങ്ങൾ ഖുർആനിൽ ഈ വിഷയത്തിൽ രാഹുലും ഞാനും തമ്മിലുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ ഞാനും രാഹുലും ഈ വിഷയത്തിൽ ഫോണിൽ സംസാരിക്കാൻ ഒരു മിനിറ്റ്, ഞാനും രാഹുലും തമ്മിൽ ഈ വിഷയത്തിൽ ഫോണിൽ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാഹുലും ഞാനും തമ്മിലുള്ള ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളാണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഓക്കെ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കാൻ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഖുറാന്റെ ജിഹാദിനെ കുറിച്ച് ഖുറാനിലെ പരാമർശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജിഹാദ് ഖുറാനിലുണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കിയിട്ട് എന്നെ വിളിക്കോ? നിങ്ങൾ തമ്മിൽ ഒരു സംവാദമൊക്കെ നടന്നാൽ നല്ലതായിരിക്കും. കേൾക്കുന്ന അല്ല, താല്പര്യം പറഞ്ഞെന്ന് മാത്രമേ. ആയിക്കോട്ടെ, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, ശരി ശരി. അപ്പം ഇടക്ക് പോയിട്ട് രാഹുലിനെ മാത്രം നമ്പാതെ ഖുറാനൊക്കെ ഒന്ന് മറിച്ചു നോക്കി, അതിന്റെ പരിഭാഷയൊക്കെ ഒന്ന് മറിച്ചു നോക്കി സമയം കിട്ടുമ്പോ. ഈ 5 വക്ത് ഖുറാനിലുണ്ടോ? അല്ല, അങ്ങനെ വെക്കല്ലേ നിങ്ങൾ? ശരി ശരി, വെക്കല്ലേ. അത് നിസ്കാരം ഖുറാനിലുണ്ടോ? 5 വക്ത് നിസ്കാരം ഖുറാനിലുണ്ടോ? അപ്പൊ നമ്മളെങ്ങനെ നിസ്കരിക്കുക? ഖുറാനില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളാണ് തീരുമാനിക്കണ്ടേ. നിങ്ങളല്ലേ ഖുറാൻ തീരുമാനിച്ചു. അതാ പറയുന്നത്. നിങ്ങൾ കൊണ്ടുവന്ന ജിഹാദ് എവിടെ നിന്ന്? ഇപ്പൊ ഖുറാനിന് മാത്രം കിട്ടൂലെങ്കിൽ നിങ്ങൾ ഹദീസ് കൂടി കൂട്ടിക്കോളി, കുഴപ്പമൊന്നുമില്ലേ. രൂപ എല്ലാം ഖുറാനിലുണ്ടോ? ഇല്ലാത്ത ഒരു സാധനങ്ങൾ നിർദ്ദേശിച്ചെടുക്കുന്നതും ജിഹാദ് ഹൈലൈറ്റ് കേട്ടോ ഖുർആനിൽ പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാത്തൊരു കാര്യം ഖുർആനിൽ ഇല്ലാതെ നിങ്ങൾ നിർദ്ദേശിച്ചെടുക്കുന്നത് പോലല്ല. ഇസ്ലാമിലെ ജിഹാദ് എന്താണെന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ഇത്ര നേരം? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? നിങ്ങൾ ഇടുന്ന ഖുർആനിലേക്കാ പോകുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഖുർആനിലേക്കാ പോവാ, ഇസ്ലാമിൽ ഖുർആനിലേക്ക് പോകാൻ പാടില്ലേ? നിങ്ങൾ ജിഹാദിനെ പറ്റി ഖുറാനിലേക്ക് പോകുന്നു. ജിഹാദിനെ പറ്റി ഖുറാനിലേക്കാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ജിഹാദിനെ കുറിച്ചല്ല. ഏതിലും നമ്മൾ ആദ്യം പോകും ഖുറാനിലേക്കാണ്. പറയട്ടെ, പറഞ്ഞുതരാ. നിസ്കാരം എല്ലാ സാധനം ഖുർആനിൽ പൂർണ്ണമായിട്ട് ചിലപ്പോ ഉണ്ടാവില്ല. എന്തൊരു കഷ്ടാണിത്. ചിലപ്പോ എങ്ങനെ? അപ്പൊ അതുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതും ചിലപ്പം ഖുറാനിൽ എടുത്തിട്ടായിരിക്കൂലെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ഒന്ന് ചെവി കേൾക്കാനുള്ള മനസ്സിലാക്കി. ഒരു വിഷയം ഖുർആനിൽ ഉണ്ടെങ്കിൽ അതാണ് പ്രമാണം. ഓക്കെ, ഖുർആനിലുള്ള ഒരു ആശയത്തിന് വിരുദ്ധമായ ഒരു സാധനം ചോദിക്കുന്നത്. അന്നേരം അതാ ചോദിക്കുന്നത്. അത് പറയണമെങ്കിൽ നിങ്ങൾ ആ തിരുവായ ഒന്ന് കുറച്ചു നേരം പൂട്ടി വെക്കണം, എന്നാലും ഇത് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. ഖുർആനിൽ ഉണ്ടെങ്കിൽ അതാണ് പ്രമാണം. ഖുർആനിൽ ഇല്ലാത്തത് ഇസ്ലാം അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെന്താ ചെയ്യാ? ഖുർആനിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ചിലപ്പോ അതിന്റെ പൂർണ്ണ രൂപം വിശദാംശങ്ങളൊക്കെ എന്തിലുണ്ടാവും? ഹദീസിലുണ്ടാവും. അപ്പൊ ഹദീസ് എടുക്കാം. അവിടെ ഒരു നിബന്ധന എന്താന്ന് വെച്ചാൽ ഹദീസിലുണ്ട്, അത് ഖുർആന് വിരുദ്ധാണെങ്കിൽ എടുക്കാൻ പറ്റുമോ? ഖുർആനിൽ വിരുദ്ധ ഹദീസ് ഇല്ല. ഖുർആന് വിരുദ്ധമായ ഹദീസ് വന്നാൽ എടുക്കാൻ പറ്റുമോ? ഹദീസിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഹദീസിനെ കുറിച്ച് ഒരു കുന്തം അറിയില്ല. ഹദീസിനെ കുറിച്ച് ഒരു കുന്തം അറിയില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. സഹീഹ് ബുഖാരി എന്ന് പറയുന്ന ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ ക്രോഡീകരണം ചെയ്യുന്ന സമയത്ത് ബുഖാരി ഇമാമി എത്ര ഹദീസ് പരിശോധിച്ചിട്ടാണ് അതിൽ നിന്ന് ഒറിജിനൽ അല്ലെങ്കിൽ ശരിയായത് എന്ന രീതിയിൽ ആള് ഒരു 7000-ൽ താഴെയുള്ള ഹദീസ് ക്രോഡീകരിച്ചത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഹദീസിലുള്ളതൊക്കെ ശരിയാണ്. ഹദീസിൽ ഖുർആനിന് വിരുദ്ധമായിട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് വിവരക്കേടാണ്. അതേപോലെ തന്നെ ഒന്നാമത്തെ വിവരക്കേടാണ്. അപ്പൊ പറഞ്ഞു തീർക്കട്ടെ.
അപ്പൊ ഹദീസിൽ എന്തെങ്കിലും ഒരു ആശയം ഖുറാന് വിരുദ്ധമായി വന്നാൽ അത് എടുക്കൂല വല്ലാത്തൊരു മേനയാണ് കേട്ടോ. നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഹദീസ് എന്താന്ന് അറിയില്ല, ഹദീസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒരു കുന്തം അറിയില്ല. അതാണ് പ്രശ്നം. ഒരു എക്സാമ്പിൾ പറ, ഖുർആനിന് എതിരായിട്ട് വന്ന ഹദീസിന് ഒരു എക്സാമ്പിൾ പറ, പറഞ്ഞുതരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഖുർആനിനെതിരായിട്ട് ഹദീസിൽ ഒരു ആശയം വന്നാൽ ഞാൻ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറ. വല്ലാത്തൊരു കഷ്ടാണ് നിങ്ങൾക്കിപ്പോ എതിരായിട്ട് വന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാന്നേ. ഞാൻ പറഞ്ഞത് ഖുർആനും ഹദീസും എന്താണ് പ്രമാണം നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നിസ്കാരമല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് ആദ്യം. നിസ്കാരം ഖുർആനിലില്ലെങ്കിൽ എങ്ങനെ എടുക്കാന്നല്ലേ ചോദിക്കണേ. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. നിങ്ങൾക്ക് അതാണ് അറിയാത്തത്. നിങ്ങൾക്ക് ഇതിന്റെ അക്കീദയാണ് തിരിയാത്തത്. മനസ്സിലായോ? അപ്പൊ ഇസ്ലാമില് ഖുർആനിന് വിരുദ്ധമായ പാഠ്യമ പോവും. പൊന്നാര ചങ്ങാതിയെ ഒന്ന് അടങ്ങിയിരിക്ക, ഒന്ന് അടങ്ങി. നിങ്ങൾക്ക് അക്കീദ അറിയൂല, നിങ്ങൾക്ക് കുന്തം അറിയില്ല. നിങ്ങൾ ഒരു കാര്യം വിശ്വാസം, എന്റെ വിശ്വാസത്തിന് തൊട്ട് കളിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ഓളം തെറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ച് എന്താ അറിയോ, ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അക്കും ബുക്കും നിങ്ങൾക്ക് തിരിയൂല. അത് നമ്മളെ വിശ്വാസത്തിന്റെ നിങ്ങൾക്ക് തിരിയുന്നില്ലാലോ. എന്റെ വിശ്വാസം കാട്ടിക്കൂട്ടുന്ന മതത്തിന്റെ പേരിൽ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഖുർആൻ വചനം ഇസ്ലാമിലുണ്ടോ അല്ലെങ്കിൽ ഖുർആനിലുണ്ടോ? അത് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രമാണമാണോ? അതാണ് ഇസ്ലാമിന്റെ ആശയത്തിൽ ഉണ്ടോ? അല്ല, നിങ്ങൾ മറുപടി ഒന്നും പറയാൻ സമ്മതിക്കൂല. നിങ്ങൾ മറുപടി പറയാൻ സമ്മതിക്കൂല. നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന ഒരാളാണ്. ഇത് ബഹളം ഉണ്ടാക്കൽ ജിഹാദാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അതൊരു ജിഹാദ്. ബഹളം ഉണ്ടാക്കൽ ജിഹാദ്, മൂത്രമൊഴിക്കൽ ജിഹാദ്, ഇങ്ങനെ പല പരിപാടികളുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവട്ടെ. അതെ, മനസ്സിലാക്കട്ടെ. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. അതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. അതെ, അത് നമുക്ക് മനസ്സിലാവും. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അവര് മനസ്സിലാക്കട്ടെ. ഇനി നിങ്ങൾ ആണെങ്കിൽ നമുക്കൊന്നും പറയില്ല. അത് നിങ്ങളെ ഒരു കൾച്ചറാണ്, നിങ്ങളെ കൾച്ചറാണ്. അതിപ്പോ നിങ്ങളെ ആ നമ്പറൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. ആ നമ്പറൊക്കെ നിങ്ങളെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ കയ്യിൽ വെച്ചാൽ മതി. കമന്റിന്റെ അല്ല, ആ കമന്റിന്റെ ആയാലും എന്തിന്റെ ആയാലും. കമന്റിന്റെ ആണ് നിങ്ങൾ കമന്റ് ആണ്. ഇതിന്റെ മുന്നേ നിങ്ങൾ ഇട്ടപ്പോ കമന്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞ വീഡിയോ എന്നിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളാണ് അല്ലല്ലോ? ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ലല്ലേ? ശരി, അങ്ങനെ ഒരാൾ നിലവിളിച്ചിട്ട് തന്നെ വിളിച്ചിരുന്നു നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ആയിക്കോട്ടെ, ഇത് ആൾക്കാർ കേൾക്കട്ടെ. എന്റെ സമയത്തിന് എനിക്കൊരു വില ഉണ്ടല്ലോ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ ഇനി ജിഹാദിന്റെ കാര്യത്തില് രാഹുൽ ഈശ്വറും പറഞ്ഞത് ഞാനും പറഞ്ഞതും ഉള്ളതാണെങ്കിൽ രാഹുൽ ഈശ്വർ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ ഉത്തരം മുട്ടി. ജിഹാദ് മാത്രം ഖുറാനിൽ ഖുറാനിലല്ല, ജിഹാദ് ഖുറാനിൽ എടുത്താലും നേരത്തെ വെച്ച് നിങ്ങൾ ജിഹാദ് ഖുറാനിൽ എടുത്താലും ഹദീസിൽ എടുത്താലും ഫിഖ്ഹിൽ എടുത്താലും ഒക്കെ ഖുറാനിൽ പറഞ്ഞ ആശയത്തിന്റെ വിശദീകരണം മാത്രമേ ഉള്ളൂ. അതിന് വിരുദ്ധമായ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല. ഈ 9 തരമല്ല, ഞങ്ങൾക്ക് പറഞ്ഞു 9 അല്ല 90 ജിഹാദി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 90 തരം ജിഹാദി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 90 തരം ജിഹാദും ഈ ഖുർആനിക ആശയത്തിന്റെ പ്രചാരണത്തിന്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാന്ന്. ഏത് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിലവിളിക്കണ്ട. 9 തരം ആകെ ഒരു ജിഹാദ് ഉള്ളൂ. എത്ര വേണേലും നിങ്ങൾക്ക് പറയാന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഇത്ര തരം വിശദീകരിച്ചു വെറുതെ അങ്ങ് അനൗൺസ്മെന്റ് ചെയ്താൽ പോരാ. അതെ, ഞാൻ പറയാൻ കേട്ടോ. ഇസ്ലാമിന്റെ ജിഹാദ് ഒരൊറ്റ ജിഹാദുള്ളൂ. ആ ജിഹാദിനെ വിശദീകരിക്കുമ്പോ അതിന് ചിലപ്പോ 9 വകഭേദം 12 വകഭേദം എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ് പറയട്ടെ സുഹൃത്തെ, ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ എന്ത് തേങ്ങയും ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു ജിഹാദുള്ളൂ ഇസ്ലാമിൽ, ആകെ ഒരു ജിഹാദുള്ളൂ. അത് ലോകത്ത് ഇസ്ലാമികമല്ലാത്ത എല്ലാ വിഭാഗങ്ങളെയും പ്രസ്ഥാനങ്ങളെയും കീഴടക്കി അവരുടെ മേൽ അധികാരം സ്ഥാപിച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അധീശത്വം സ്ഥാപിച്ച് ഇസ്ലാമിന്റെ അധികാരം സ്ഥാപിക്കുക, ഇസ്ലാം എന്ന മതത്തെ നിലനിർത്തി ബാക്കി മതങ്ങളെ തകർക്കുക. അത് മാത്രമാണ് ജിഹാദ്. എല്ലാ ജിഹാദുകളുടെയും ലക്ഷ്യം അതാണ്. അതാണ് ആത്യന്തികമായ ലക്ഷ്യം. മാത്രമല്ല, അതാണ് ആത്യന്തിക ലക്ഷ്യം.
എണീക്കുന്നത് മുതൽ അതാ ഞാൻ പറഞ്ഞ പല്ലിയേക്കലും കക്കൂസ് പോലൊക്കെ ജിഹാദായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ആത്യന്തിക ലക്ഷ്യം ജിഹാദിന്റെതാണ്. മുതലേ ജിഹാദാണ്. പച്ച മലയാളത്തിൽ രാഹുൽ ഈശ്വർ വിവരിച്ചു തന്നു. നമ്മളിപ്പോ രാവിലെ എണീക്കുന്നത് മുതലേ ജിഹാദാ, സ്വന്തത്തോടുള്ള ജിഹാദ് തുടങ്ങുന്നുണ്ട്. അതായത് നമ്മൾ 24 ജിഹാദാ. പോകുന്നത് വരെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് വരെ ജിഹാദാണ്. അതാ ഞങ്ങൾക്ക് പറഞ്ഞ 90 ഒന്നല്ല, ഈ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാം. മൊബൈൽ റീചാർജ് ചെയ്യുന്നത് ജിഹാദാവുന്ന അവസ്ഥ വരും. ടി വി കാണുന്നത് ജിഹാദാവും, വിമാനത്തിൽ കയറുന്നത് ജിഹാദായിട്ട് എടുക്കാം, സൈക്കിളിൽ കയറുന്നത് ജിഹാദായിട്ട് എടുക്കാം, ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ജിഹാദായിട്ട് എടുക്കാം. പക്ഷെ ആത്യന്തിക ലക്ഷ്യം എന്താ? അതാണ് ഇസ്ലാമിലെ ജിഹാദ്. ആ ജിഹാദിലേക്കുള്ള ഓരോ പടിയും നിങ്ങൾക്ക് ജിഹാദായിട്ട് വേറെ ആയിട്ട് എണ്ണാം. അത്രേ ഉള്ളൂ. സർവശക്തനായ അള്ളാഹുവിനെ കാണുക ആത്യന്തിക ലക്ഷ്യം. അത് നിങ്ങൾ മാത്രം കണ്ടാ പോരല്ലോ, ആത്മീയമായിട്ട് കുറെ പുരോഗതികൾ ആയിക്കോട്ടെ. ഇതിനൊക്കെയാണ് ജിഹാദെല്ലാം. അതല്ല ജിഹാദ് എന്ന് ഖുറാനിലുണ്ട്. നിങ്ങൾ വെറുതെ നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്തായി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. പാവപ്പെട്ട മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ആ തെറ്റിദ്ധരിപ്പിക്കൽ ആരാ ചെയ്യണെന്നുള്ളത് ഈ വീഡിയോയും രാഹുൽ ഈശ്വറിന്റെ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, രാഹുൽ ഈശ്വറിനെ പോലെയുള്ള വ്യക്തികള് അത് പിന്നെ തെറ്റിദ്ധാരണ ഒഴിവാക്കി തരുന്നു. അടിപൊളി. ഇസ്ലാമിനെ രക്ഷിക്കാൻ ഒരു രാഹുൽ മഹദി വന്നതിൽ നിങ്ങൾ സന്തോഷിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്? നിങ്ങൾ എന്നോട് ഒന്ന് ചോദിക്കണം, എനിക്ക് സമയമല്ല. യാത്രയിൽ ഇവിടെ യുദ്ധം ഉണ്ടാകുന്നു വിചാരിക്കും. മുസ്ലിംസും കുറച്ച് 2-3 വിഭാഗക്കാരും തമ്മിൽ യുദ്ധം ഉണ്ടാവും. നിങ്ങളെതിരെ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് കുത്തിരിക്കുക. നിങ്ങളെ മനോഭാവം നിങ്ങൾ ആലോചിച്ച് കുത്തിരിക്കുക. അത് എന്നെ അറിയാവുന്നവർക്ക് എന്റെ അഭിപ്രായമൊക്കെ നല്ലോണം അറിയാം യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്. പക്ഷേ ഇല്ലേ, രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആള് പറഞ്ഞതിൽ നമുക്ക് വ്യക്തമാകുന്നത് അതിന്റെ ആകത്തുക എന്ന് പറഞ്ഞാല് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് എല്ലാ മതത്തെയും ബഹുമാനിക്കണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലുണ്ട്. ഉദാഹരണം പറയാം, തെളിവ് തരും. ഒരു അമുസ്ലിമായ ഒരു തെളിവ് രോഗശയ്യയിൽ സന്ദർശിക്കുകയും ചെയ്തു. തെളിവിപ്പ് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഹദീസ് എന്നല്ലേ തരേണ്ടത്? എന്താ പറഞ്ഞേ? മുസ്ലിമായ കുഞ്ഞ് മരിച്ചു കിടന്നപ്പോ അവിടെ പോയി സന്ദർശിച്ചു. പിന്നെ സന്ദർശിച്ചു, സമാധാനിപ്പിച്ചു, മരിച്ച വീട്ടിൽ പോകുന്ന കാര്യങ്ങൾ അതൊരു ബഹുമാനല്ലേ? എന്നിട്ട് ഒരു ബഹുമാനല്ലേ? അതുകൊണ്ട് ഇതര മതസ്ഥരോടുള്ള ബഹുമാനം സൗഹാർദ്ദം നമ്മളോട് ഇതര മതസ്ഥര് നല്ല രീതിയിൽ നിൽക്കുന്നിടത്തോളം കാലല്ലേ അതിലും നല്ലതായിട്ട് അയൽവാസികളായിട്ടുള്ള അവിശ്വാസികളോട് പരുഷമായിട്ട് പെരുമാറാൻ പാടില്ല. ഖുറാനിലില്ലേ? എന്തിന്റെ ആവശ്യത്തിന് ഖുറാനിലില്ലേ? അവരുടെ വഴികൾ ഞെരുക്കമുള്ളതാക്കണമെന്ന് ഖുറാനിലില്ലേ? ഇല്ല വെറുതെ അറിയില്ല. നിങ്ങൾ പറഞ്ഞത് ഹദീസിലുണ്ടായിരുന്നു അല്ലേ? എന്റെ വീട്ടിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ട് മുസ്ലിങ്ങൾ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾ കാത്തിരിക്കും. നിങ്ങൾക്ക് തെളിവ്, നിങ്ങൾ ഖുറാന് പരിശോധിച്ച് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വരും. ഇല്ലെങ്കിൽ രാഹുലും ഞാനും നമ്മളെ സംസ്ഥാനത്തിന് കാത്തിരിക്കും. മനുഷ്യന്മാർക്കിടയിൽ എന്തുണ്ടാക്കി സമയമില്ല സുഹൃത്തെ. ശരി, നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് തലയും വാലും ഇല്ലാതെ വർത്താനം പറയാനാണ് നിങ്ങളെ സമയം. അല്ല ഞാൻ പറഞ്ഞത് ഇത്ര നേരം 37 മിനിറ്റായി ഈ സംസാരം ആളുകൾ കേട്ടിട്ട് അവര് വിലയിരുത്തട്ടെ. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് തരാൻ ഈ സമയമില്ല. ഞാൻ കമന്റുകളല്ല, നിങ്ങളെ ഹദീസല്ല, നിങ്ങളെ ഇമാമ് രാഹുൽ ഈശ്വർ അല്ലേ? നിങ്ങളെ ഇമാം മുറുകെ പിടിച്ചോളി. ശരി എന്നാലും ശരി കേട്ടോ. നിങ്ങളെ ഇമാം നിങ്ങളെ രക്ഷിക്കട്ടെ. നമ്മളെ ഇമാം രാഹുൽ ഈശ്വർ അല്ല ആണ്. അല്ലല്ല, ഇപ്പൊ നിങ്ങളെ മഹദി രാഹുൽ ഈശ്വറാണ്. ആയിക്കോട്ടെ. ഇങ്ങനെ കണ്ട നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിട്ട് ദൈവം നിയോഗിച്ച വ്യക്തിയാണ്. അതാ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ തന്നെ സമ്മതിച്ചു ഈ സഭയിൽ ഒരു മലക്കുണ്ട്. ശരി, ഉള്ളതാ. ഞാൻ ആയിക്കോട്ടെ. നിങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ സമ്മതിക്കോ? നമ്മുടെ ആരും പിടിച്ചു വെക്കുന്നില്ല. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇതിവിടെ ഇപ്പൊ ഈ സംഭാഷണം അവിടെ അവസാനിപ്പിക്കാം. നമ്മൾ കാത്തിരിക്കാം. ഓക്കെ.